ക്രിസ്തുവിലൂടെ എല്ലാ നിയമങ്ങളിൽ നിന്നും സ്വതന്ത്രരായവർക്ക് കർത്താവിൻ്റെ നിയമത്തിൻ്റെ അടിമത്ത ചങ്ങലകൾ വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ശബത്ത് ആരാധകർ ആരോപിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ നിയമത്തിന് കീഴിലായിരിക്കുന്നത് അടിമത്തത്തിൽ ആയിരിക്കുക എന്നാണോ അർത്ഥമാക്കുന്നത്? ക്രിസ്തുവിനാൽ എല്ലാ പഴയ നിയമങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ചെങ്കിൽ സ്വയം പിന്തുണയുടെയും ത്യാഗത്തിൻ്റെയും അപ്പോസ്തലന്മാരുടെ മാതൃക എന്തുകൊണ്ട് പെന്തക്കോസ്ത് സഭകൾ പിന്തുടരുന്നില്ല? കുരിശ് മരണത്തോടെ ക്രിസ്തു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തി ഇല്ലാതാക്കി, നിയമത്തിൻ്റെ ശാപം ഇല്ലാതാക്കി, ശത്രുതയുടെ വിഭജന മതിൽ ഇല്ലാതാക്കി, മോശയുടെ ആചാരപരമായ നിയമങ്ങളും സിവിൽ നിയമങ്ങളും ഇല്ലാതാക്കി, സാത്താന്റെ ശക്തി ഇല്ലാതാക്കി. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം ശ്രദ്ധിക്കുക. ശബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കാൻ ശ്രദ്ധിക്കുക. 6 ദിവസം കൊണ്ട് നിങ്ങളുടെ ജോലിയെല്ലാം ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിങ്ങളുടെ ദൈവമായ സർവേശ്വരന്റെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രന്മാരും പുത്രിമാരും ദാസീദാസന്മാരും മൃഗങ്ങളും നിങ്ങളുടെ ദേശത്ത് പാർക്കുന്ന പരദേശിയും ഒരു ജോലിയിലും ഏർപ്പെടരുത്. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 35 മുതൽ 36 വരെയുള്ള വാക്യത്തിൽ വിറക് ശേഖരിച്ചതിന്റെ പേരിൽ ഒരാളെ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം അനുസരിച്ച് ശബത്ത് ലംഘിക്കൽ പോലുള്ള കുറ്റങ്ങൾക്ക് വിധിച്ചിരുന്ന വധശിക്ഷ നമുക്ക് പ്രതികൂലമായിരുന്ന ചട്ടങ്ങളുടെ കൈയെടുത്ത് ക്രൂശിൽ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.